അപ്പോൾ ഗൈസ് എല്ലാവരും നമ്മുടെ ജാക്സൺ ക്ലോത്ത് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഞാൻ ഡെസ്ക് ഗൈസ് ഒന്ന് നീട്ടാക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഗൈസ് ഞാൻ പറയുന്നത്. ഗൈസ് നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്, ഞാനിവിടെ ഉള്ളത് ഡെസ്ക് ഗൈസ് ഇങ്ങനെയായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇത് എപ്പോഴും നല്ല നീറ്റായിട്ട് എടുക്കുന്ന ഡെസ്ക് ആയിരിക്കും. ഒരിക്കലും ഞാനില്ലാത്ത ദിവസം ഞാൻ സ്കൂളിൽ പോകുന്ന ദിവസം എല്ലാം നല്ല നീറ്റായിട്ട്, പക്ഷെ ഞാനിവിടെ ഉള്ള ദിവസം ഇത് കണ്ട പട്ടി പോലും കഞ്ഞി കുടിക്കൂല ഗൈസ്. ഇത് കണ്ട. അപ്പോൾ ഗൈസ് നമുക്കിത് ഗൈസ് എവിടെയെല്ലാം ഗൈസ് നമുക്ക് വൃത്തിയാക്കണം. അതാണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഗൈസ് നമ്മൾ കവായ് സ്റ്റിക്കർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ പൊട്ടിച്ച് നോക്കി. ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ട് പിന്നെ പിടിച്ച് സെല്ലോ ടേപ്പ് വെച്ചിട്ട് പിന്നെ അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു കേട്ടോ. ഞാൻ ഭയങ്കര ടെക്സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ പൊട്ടിച്ചു, എന്നിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്നുകൂടെ ആക്കിച്ചു. ഞാൻ 2 ഗൈസ് ഓർഡർ ചെയ്തത്. അതിനകത്ത് 2 ഉണ്ട് ഗൈസ്. നമുക്ക് തൽക്കാലം ഗൈസ് ഇത് വിൽക്കട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം ഗൈസ് ഇതെടുത്ത് മാറ്റാം. ഗൈസ് ഇനി എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഗൈസ് കാണുമ്പോൾ ഇത് കണ്ടോ ഗൈസ്, ഇത് പുതിയതായിട്ട് ഗൈസ് വാങ്ങിച്ചതാണ്. ഇത് കുറേ നാളായി, ഞാൻ പറഞ്ഞു ചുമ്മാ, ഇത് കുറേ നാൾ ഗൈസ് ഇവിടെ ഇരുന്നിട്ട് കുറേ നാളായി ഗൈസ് ഇവിടെ ഇരിക്കാൻ നമുക്ക്. പക്ഷേ ഇതിനകത്ത് എല്ലാം കോമഡി എന്ന് പറഞ്ഞു, ഞാനിത് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കോമഡി എന്ന് പറയുന്നത് ഇനി മറ്റേ പശയില്ല, ഒരു സ്റ്റിക്ക് പോലത്തെ ആ സാധനം ഇതിനകത്തില്ല. അതായിരുന്നു ഗൈസ് ഭയങ്കരമായിട്ട് കോമഡി ആയിപ്പോയത്. ഞാൻ ഇത് അമ്മയ്ക്ക് എന്തിനോ വാങ്ങിച്ചതാണ്. എന്തോ സ്കൂളിലെന്തോ, അമ്മ ടീച്ചറല്ല, അപ്പോൾ സ്കൂളിൽ നിന്ന് എന്തോ ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഇതിപ്പോൾ അമ്മ ഉപയോഗിക്കുന്നില്ല, അപ്പം ഞാൻ കൈക്കലാക്കി. അപ്പോൾ അതും എടുത്തു വെക്കാം. എല്ലാ ഗൈസ് എടുത്ത് വെച്ചിട്ട് കാണാം. ഇതുണ്ട് ഗൈസ്, ഇത്രയും സാധനങ്ങളാണ് ഗൈസ് ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഉള്ളിലും കുറേ സാധനം ഇരിപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ അകം ഞാനിപ്പോൾ കുറച്ച് നീറ്റാക്കി ഗൈസ്. ഇതിൻ്റെ അകം ഞാൻ നീറ്റാക്കി ഗൈസ്. ഇനി ഗൈസ് ഇതാണ്, ഇത്രയും സാധനങ്ങളാണ് ഗൈസ് എൻ്റെ ഇപ്പോൾ അടുത്തുള്ളത്. പിന്നെ ഗൈസ് ഇവിടെ 2 പശയുണ്ട്. പിന്നെ ഗൈസ് നമുക്ക് നല്ല തുടച്ചെടുക്കാം. ഗൈസ് കവായ് സ്റ്റിക്കറിൻ്റെ ഇതാണ്. ഞാൻ കവായ് സ്റ്റിക്കർ പൊടിച്ചു നോക്കി, ഇവിടെ ഒട്ടിച്ച് വെച്ചു. എന്നിട്ട് ഗൈസ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, ഞാൻ പൊട്ടിച്ചു നോക്കിയിട്ട് അവിടെ വെച്ചതെന്ന് ഗൈസ് ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് ഈ ഡെസ്ക് കണ്ടിട്ട് ഇത് ഞാൻ കുറേ നാളായിട്ട് ഗൈസ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്തൊരു ഒരു സാധനം വിരിക്കണം. അത് ഗൈസ് ഇപ്പോൾ വാങ്ങിച്ചിട്ടില്ല, അത് വാങ്ങണം. ഗൈസ് തുടച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഗൈസ് നമുക്ക് അടുത്ത പണി നോക്കാം. എനിക്ക് ഇതെല്ലാം കൂടി എടുത്ത് കയറ്റി വെക്കണം. ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ് ഗൈസ്. ആദ്യം തന്നെ ഗൈസ് നമ്മുടെ ഒരു ദൈവത്തിൻ്റെ ഗൈസ് ഫോട്ടോ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗൈസ് അതേപോലെ തന്നെ ഗൈസ് നമ്മളത് കളർസ് ഇങ്ങനെ കളറാക്കിയിട്ടുള്ളത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗൈസ് മേക്കപ്പ് സെറ്റ് പോലും ഗൈസിനകത്ത് നോക്കുന്നത് വെച്ചാൽ ഞാൻ ഇത് ഉപയോഗിക്കാറില്ല. പിന്നെ എന്തിനാണ് വെച്ച് ചുമ്മാ വെച്ചിരിക്കുകയാണ്, വെറുതെ ഷോയ്ക്കാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ 2 ജേർണലിംഗ് ബുക്കാണ്. ഒരു ജേർണലിംഗ് ബുക്ക് കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഗൈസ് ഇതേപോലത്തെ ഒരു സാധനം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെച്ചും പിന്നെ ഗൈസിനകത്ത് സ്റ്റിക്കറാണ് ഉള്ളത്. പിന്നെ ഗൈസ് 2 ടേപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. മുത്ത് ഞാനിവിടെ നിന്ന് എന്തെങ്കിലും മുത്ത് കിട്ടിയത് ഗൈസ് ഇതെൻ്റെ അനിയത്തിയുടെയാണ്. അവളെ എന്ത് മുത്ത് കിട്ടിയാലും ഗൈസ് ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെക്കും. അത് ഉണ്ട്. പിന്നെ ഗൈസ് ഞാൻ 2 സ്പോഞ്ച് ഉണ്ടാക്കി ഗൈസ്. ഒരു കരടിയുടെ സ്പോഞ്ചും ഹൗസിൻ്റെ, നമ്മുടെ വീടിൻ്റെ സ്പോഞ്ചും, ഒരു ഹൗസിൻ്റെ സ്പോഞ്ചും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ജേർണലിങ് ചെയ്തിട്ടില്ല, കുറച്ച് ദിവസം വീഡിയോ ഇട്ടിട്ടില്ല ഗൈസ്. ഒരു ഗിൽറ്റർ വെക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് ഒരു മൈലാഞ്ചി വെക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നാണ് ഗൈസ് മൈലാഞ്ചിക്ക് ഇടുന്നത്. അല്ല ഗൈസ് പുറത്ത് ചേട്ടാ, എനിക്ക് മൂടുള്ളപ്പോൾ ഗൈസ് ഞാൻ പുറത്ത് വിടും, അല്ലെങ്കിൽ ഇവിടെ ചെന്നിടും.
പിന്നെ ഗൈസ് ഒരു കത്രിക വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ ഗ്ലൂ ഗൺ ഗൈസ് ഇവിടെ വെച്ചെടുക്കുന്നുണ്ട്. ഗൈസ് ഞാൻ പപ്പട് വന്നിട്ട് ഒരു 3D പെന്ന് വാങ്ങുന്നതായിരിക്കും ഗൈസ്. ഗൈസ് ഇത് ആരും കണ്ട് ഞെട്ടരുത് ഗൈസ്. ഇതിനകത്ത് എൻ്റെ എല്ലാ ചവറും ഗൈസിനകത്തിട്ടുണ്ടെങ്കിൽ ഗൈസ് ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഗൈസ് ഈ ചവറൊന്ന് കളഞ്ഞിട്ട് വരട്ടെ. പൈസ എല്ലാം കളഞ്ഞ് ഗൈസ്. ഇതെൻ്റെ വേസ്റ്റ് ബക്കറ്റാണ് ഗൈസ്. ഗൈസ് എനിക്ക് അവിടെ കൊണ്ടുപോയി കളഞ്ഞ് മടി ചെയ്തുകൊണ്ട് എനിക്ക് ഗൈസ് ഞാൻ അങ്ങനെ വെച്ചത്. പിന്നെ ഗൈസ് ഞാൻ കുഞ്ഞി നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞി മിനി നോട്ട്ബുക്ക്. പിന്നെ ഗൈസ് ഇതിനകത്ത് റബ്ബറായിരുന്നു ഗൈസ്. പിന്നെ ഇതിപ്പോൾ വേസ്റ്റ് കൊട്ടയുണ്ട്. അത്രയും വെയിറ്റ്സ് ഉണ്ട്. അത്രയും പേപ്പേഴ്സ് ഉണ്ട് ഗൈസ്. ഇതിവിടെ വെക്കേണ്ട ഭയങ്കരമായിട്ട് വൃത്തികേടാണ് ഗൈസ്. കൊണ്ട് കേസ് ഞാൻ ഇതെടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പോവാം. കേസ് ഫോണിൻ്റെ കേസ് ഇത് വെച്ച് കേസ് ഞാനൊരു സാധനം ഉണ്ടാക്കണം കൊണ്ട് കുറേ നാളെ കേസ്. പക്ഷേ എനിക്ക് ഒരു മൂടുള്ള സമയത്ത് ഞാൻ ഉണ്ടാക്കും. കവായ് സ്റ്റിക്കർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കേസ് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ബോക്സ് കേസ്. അതിൻ്റെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. കവായ് സ്റ്റിക്കർ വരട്ടെ എന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇന്ന് മൂടുള്ളപ്പോൾ കേസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. മൂടൊട്ടെങ്കിൽ പിന്നെയുള്ള എന്താ കേസ് ഞാൻ പെയിൻ്റ് അടിച്ചാണ് കേസ്. ഒരു അവക്കാഡോനെ പെയിൻ്റ് അടിച്ചാണ്. പകുതി മൂർത്തതുപോലെ ഒരു അവക്കാഡോനെ കേസ്. അങ്ങനെ ഒടുവിൽ കേസ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കേസ് കുറേ പാട് വിട്ടു കേസിനൊന്ന് വെച്ചിരുന്ന് വീണുവും എടുത്തു അങ്ങനെ കേസ് എൻ്റെ പണി. പിന്നെ കേസിന് പശ വെക്കാം. കേസ് പശ വെക്കുന്നുണ്ട്. ഈ പശ കേസ് ഞാൻ കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട് പക്ഷേ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. കണ്ടാലിറങ്ങി കേസ്. ഇത് ഇത്രയേ ഉള്ളതെന്ന് കേസ്. ഞാൻ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ മൂടി പോലും തുറന്നിട്ടില്ല കേസ്. അങ്ങനെ ഉണ്ടെങ്കിൽ കേസിൻ്റെ മൂടി പോലും കേസ് കാണത്തില്ല. കേസിനകത്ത് കാണത്തില്ല കേസ്. ഇങ്ങനെയാണ് കേസ്. അപ്പോൾ ഞാൻ ഇതായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഈ 2 പശ കഴിഞ്ഞിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഗൈസ് നമ്മൾ ഗൈസ് ഇതൊന്ന് പുതിയതാക്കാൻ പോവുകയാണ്. ഈ ഒരു സാധനം ഇത് ഗൈസ് നമ്മളൊന്ന് മാറ്റാൻ പോവാണ് ഗൈസ്. നമ്മുടെ കവായ് സ്റ്റിക്കർ വന്നില്ലേ. കവായ് സ്റ്റിക്കർ വന്നാൽ പിന്നെ എന്ത് ഗൈസ് ഉള്ള വേസ്റ്റ് കഴിഞ്ഞതാണ്. പിന്നെ ഗൈസ് ഇനി എൻ്റെ അനിയത്തിക്ക് ഇവിടെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. എന്നെക്കാളും ത്രില്ലടിച്ചിരുന്നതുകൊണ്ട് എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവൾക്ക് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. അവൾ വരുമ്പോൾ ഞാനിങ്ങനെ വെക്കും. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റ് ആകും. അപ്പോൾ ഗൈസ് അതെനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വല്ല ത്രില്ലിലാണ്. പിന്നെ ഗൈസ് കുറച്ച് റബ്ബർ ബാൻഡ്. ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഗൈസ് എന്ത് സാധനം കിട്ടിയാൽ എനിക്ക് റബ്ബർ ബാൻഡ് വേണം. എന്ത് കിട്ടിയിരിക്കണേ ഞാൻ റബ്ബർ ബാൻഡ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഗൈസ് എൻ്റെ പണി. പിന്നെ ഇത് ഗൈസ് സ്റ്റിക്കർ ബുക്സ്. ഗൈസ് ഇതാണ് ഒരു കല്യാണത്തിൻ്റെ എന്തോ ആണ്. 16-ാം തീയതി അത് ഗൈസ്. ഇത് നല്ല രസമുള്ളത് കൊണ്ട് ഞാൻ ഇത് കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് ഗൈസ് ഇതിനെ ഞാൻ നശിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ ഗൈസിനെ കുളമാക്കി വെച്ചേക്കാൻ. ഇതും കൂടി ഗൈസ് നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. അല്ലെങ്കിൽ സാധനം ഞാൻ നശിപ്പിച്ചേനെ. വേറെ സാധനം ഇത് നശിപ്പിക്കാൻ തോന്നുന്നില്ല. എനിക്കൊരു കളർഫുൾ ചെയ്യാൻ പോലും ഇതിനകത്ത് തോന്നുന്നില്ല. അങ്ങനെ ഇത് ഞാൻ അടി വെക്കാൻ പോവാണ് വെച്ചിട്ടുണ്ട്. ഇനി ഗൈസ് ഇതൊക്കെ ഗൈസ് ഇനി എടുത്തൊന്ന് മാറ്റണം. എടുത്ത് മാറ്റില്ല. റെഡി 1 2 3 ഞാൻ എൻ്റെ ജേർണലിംഗ് ബുക്കിൽ ഗൈസ് എല്ലായിടത്തും ഗൈസ് ഏതേ ഒരു സാധനം ഗൈസ് ഞാൻ ഒട്ടിച്ചു. കവായ് സ്റ്റിക്കർ ഗൈസ് ഇതേക്കൂട്ട് 3 ഇഞ്ചില്ലേ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ് ഞാൻ വാഷി ടേപ്പ് വാങ്ങിച്ചു. ഇതൊന്നും അല്ല ഗൈസ് വാഷി ടേപ്പ്. ഗൈസ് കൊണ്ടുവന്നതാണ് ഗൈസ്. എല്ലായിടത്തും ഗൈസ് ഒട്ടിച്ച് വെച്ചു. അതേപോലെ ഗൈസ് ഇതേ കൂട്ട് ഞാൻ 2 ഗൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ജേർണലിംഗ് ബുക്ക് ഗൈസ് ഇട്ടിരിക്കട്ടെ. എനിക്ക് 3 ഗൈസ് ഉള്ളത്. ഇനി ചേച്ചിയുടെ വിടുമ്പോൾ അടുത്ത ഡയറി ഗൈസ് ഞാൻ വാങ്ങാൻ പറ്റും. എന്നിട്ട് ഞാൻ ഡയറിയുടെ കൂട്ടാക്കും. ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതെനിക്ക് ഫൈനൽ ലുക്ക് വെച്ചാൽ എനിക്ക് ഇവിടെയും കൂടി ഒരു വീതി വിരിക്കണം. അത് ഗൈസ് അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാണ്. ഇനി ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും ചടവള ആയിക്കോളും. ഇത് ഒരു ദിവസത്തേക്ക് ഗൈസ് നിൽക്കുള്ളൂ. ഞാനിവിടെ ഉള്ള ദിവസം നാളെ ഞാനിവിടെ ഇല്ലായിരിക്കും. നാളെ ഞായറാഴ്ചയാണ്, പള്ളിയിൽ പോകണം. അതുകൊണ്ട് ഗൈസ് നാളെ ഞാനിവിടെ ഇല്ലായിരിക്കും. നാളെ ഉച്ചയ്ക്ക് വന്നാൽ പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും ഗൈസ്.
ഇതാണ് ഞാൻ കവായി സ്റ്റിക്കർ ഗൈസ് ഞാൻ ഒട്ടിക്കാൻ പോവാണ്. ഇതെൻ്റെ ഗൈസ് ഞാൻ അടുത്ത് ഈ ഒരു വീഡിയോയിലിടാം ഗൈസ്. ഇപ്പോൾ എനിക്കിടാൻ പറ്റില്ല. എൻ്റെ അനിയത്തി വരുമ്പോൾ അവൾ എപ്രേഷൻ ഇട്ടിട്ട് ഗൈസ് അവളെന്താ ഗൈസ് എപ്രേഷൻ ഇടാൻ പോകുന്നതിന് ഗൈസ് നമുക്ക് നോക്കാം. അവളെന്താണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. ഈ കവായി സ്റ്റിക്കർ ഞാൻ കാണിച്ചു. ഞാനത് പൊട്ടിച്ചു. ഞാൻ പറഞ്ഞത് പൊട്ടിച്ചു. എൻ്റെ ഫോണിലൊക്കെ ഗൈസ് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഗൈസ് അവൾ വരുമ്പോൾ അവളുടെ എപ്രഷൻ എങ്ങനെയായിരിക്കും ഗൈസ് നമുക്ക് നോക്കണം. ഞാനിപ്പോൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഗൈസ് പിന്നെ ഗൈസിൻ്റെ നമ്മൾ അതിൻ്റെ പൊതിയില്ലേ, അതിൻ്റെ പൊതി ഞാൻ ഊരി, ഒരെണ്ണത്തിൻ്റെ പൊതി മാത്രം ഊരി. അതെന്ന് വെച്ചാൽ ഞങ്ങൾ അതാണ് ഗൈസ് കൂടുതൽ ഉപയോഗിക്കുന്നത്, ഈ ക്യൂട്ടായിട്ടുള്ള. ഗൈസ് ഞാൻ അനിയത്തി വരുമ്പോൾ ഗൈസ് ആ വീഡിയോ ഇടാം ഗൈസ്. ഇപ്പോൾ എനിക്ക് ഇടാൻ പറ്റില്ല. അനിയത്തി വരുമ്പോൾ ഇനി എല്ലാം കൂടെ പിന്നെ ഒട്ടിച്ച് തരുമ്പോൾ എൻ്റെ ഷാവും ഗൈസ്. ഇത് ഗൈസ് ഒരുപാട് പണി കിട്ടും ഗൈസ്. ഞാൻ എടുത്തു തുറന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇതെടുത്ത് തെന്നിപ്പോവാ. എടുത്തോക്കും തെന്നിപ്പോവും. ഇതാണ് കവർന്നിട്ട് ഇരിക്കുന്നില്ല. എനിക്കത് അവസാനം ദേഷ്യം വന്നിട്ട് നമ്മുടെ ഇതേപോലത്തെ കവായി സ്റ്റിക്കറില്ലേ, ഇതേക്കൂട്ട് കവായി സ്റ്റിക്കറാണ് ഗൈസ് ഞാൻ ആദ്യം പൊട്ടിച്ചത്. അതിനോടായിരുന്നു ഗൈസ് എനിക്ക് ഏറ്റവും വലിയ ത്രില്ല്. അപ്പോൾ ഗൈസ് അതുകൊണ്ട് ഞാൻ എന്നിട്ട് ഗൈസ് ഞാൻ എടുത്തു. പക്ഷേ എൻ്റെ കവർ ഗൈസ് അപ്പോഴത്തേക്കും പൊട്ടിപ്പോയി. അപ്പോൾ ശകമായി. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ട് കുത്തിക്കയറ്റി വെച്ചു. ശബ്ദമായി ഗൈസ്. അപ്പോൾ ഗൈസ് പിന്നെ എന്നിട്ട് ഞാൻ മറ്റേ ഇതേക്കൂട്ട് നമ്മുടെ ഗൈസ് ഞാൻ അനിയത്തി വരും ഗൈസ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. ഇപ്പം ഗൈസ് എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല. ഈ ഗൈസ് ഞാൻ കുറേ പാട് വേണ്ടി വരും ഗൈസ്. ഇനി അവൾ വരുമ്പം അവൾ തന്നെ ഗൈസ് എടുത്ത് വെച്ചു. ഞാൻ അവൾ തന്നെ എടുത്ത് വെച്ചോളൂ. ഓക്കെ. അപ്പം അവൾ വരുമ്പോൾ ഗൈസ് ഞാൻ കവായി സ്റ്റിക്കർ കാണിച്ചു തരും. ഞാൻ 2 ഗൈസ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞാൻ അവളെ കാണിക്കാൻ വരെ ഭയങ്കരമായിട്ട് ത്രില്ല് അടിച്ചിരിക്കുകയാണ്. കാരണം എന്നെക്കാൾ എക്സൈറ്റ്മെൻറ്റ് അവൾക്കായിരുന്നു. അപ്പം ഗൈസ് ഇത് കണ്ടോ, ഇതൊന്നും അല്ല ഗൈസ് സത്യത്തിൽ പറഞ്ഞത്. ഞാൻ ചേച്ചി തന്നിട്ട് എൻ്റെ ചേച്ചി. അപ്പോൾ ഗൈസ് എൻ്റെ ചേട്ടൻ്റെ ചേച്ചി, പപ്പയുടെ ചേട്ടൻ്റെ മോള് വരുമ്പോൾ ഗൈസ് ഞാൻ ഇതേപോലത്തെ വാഷി ടേപ്പ് കൊണ്ടുവരാൻ പറയും, അല്ലെങ്കിൽ ഡയറി. വാഷി ടേപ്പോ ഡയറിയോ? എനിക്ക് ഡയറിയാണ് ഗൈസ് കൂടുതൽ ഇഷ്ടം. ഗൈസ് ഇത് അവളുടെ ത്രില്ല് ഗൈസ് കാണാൻ വേണ്ടിയിട്ട് ഗൈസ് ഞാൻ സന്തോഷിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് അവളുടെ എപ്രഷൻ എങ്ങനെ ഗൈസ് ഞാൻ വീഡിയോയിൽ ഇടാൻ പോവായിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ഗൈസ് ഇത് കണ്ടോ, ഇത് ഞാൻ കവായി സ്റ്റിക്കർ വന്നുകൊണ്ട് ഗൈസ് ഇതിൻ്റെ ഇതൊന്ന് മാറ്റാൻ പോകും. ഇതും കൂടെ കൂട്ടിയിട്ട് ഗൈസ് 2ാമത്തെ പ്രാവശ്യമാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. ഇനി ഇതും കൂടെ കൂട്ടിയിട്ട് 3ാമത്തെ പ്രാവശ്യം ഗൈസ് ആദ്യം. അപ്പോൾ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ ടാറ്റ. അപ്പോൾ ഗൈസ് എൻ്റെ അനിയത്തി വരുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ബൈ ബൈ, സീ ടാറ്റ. എങ്ങനെയുണ്ടെന്ന് പറയണേ.